ഞാനിന്ന് ഉണ്ടാക്കുന്നത് മുട്ട പൊരിച്ചതാണ്. 4 മണിക്കുള്ള ചായയുടെ കൂടെയൊക്കെ നമുക്ക്, അതായത് എന്നെപ്പോലുള്ള മടിച്ചികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് വേണ്ടി 4 മുട്ടയാണ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി മുട്ടയുടെ എല്ലാ ഭാഗത്തുമായിട്ട് 4-5 കീറലിട്ട് കൊടുക്കാം. ഇതുപോലെ നീളത്തിലുള്ള കീറലിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും നമുക്ക് നീളത്തിലുള്ള കീറലിട്ട് കൊടുക്കാം. നാല് മുട്ടയ്ക്കും അവിടെ ഇവിടെയായി ഞാൻ 4-5 കീറലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2-3 നുള്ളു വരെ ഉപ്പും കൂടി ചേർക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിൽ അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ 1 ടീസ്പൂൺ വരെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വീണ്ടും 1 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അധികം ലൂസായി പോവരുത്. അല്പം കട്ടിയിൽ തന്നെയുള്ള മസാലയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കാറില്ല. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. ഈ മുട്ടയിൽ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ ഇതുപോലെ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. മസാല നന്നായിട്ട് പിടിക്കട്ടെ. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ മുട്ട ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തുള്ള മസാലയും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമ്മൾ കീറലിട്ട് കൊടുത്തത് കൊണ്ട് മുട്ട ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. സൂക്ഷിച്ച് തിരിച്ചിടുക. എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കടായിൽ ബാക്കിയുള്ള കറിവേപ്പിലയും മസാലയൊക്കെ ഈ മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ രുചിയേറിയ മുട്ട പൊരിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വൈകുന്നേരമൊക്കെ ഇത് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. തട്ടുകടയിലൊക്കെ കാണുന്നൊരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. താങ്ക്